പ്രപഞ്ചം എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഷൈനിക സ്റ്റാർസിലേക്ക് ഏവർക്കും സ്വാഗതം. 10 of Swords, The High Priestess. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്ന എനർജിയിലാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ സ്ട്രെസ്സ്, കുറച്ച് പേരൊക്കെ ഡിപ്രഷൻ സ്റ്റേജിൽ എന്ന് പറയാം. കുറച്ച് പേർക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ എന്തൊക്കെയോ നിങ്ങൾ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നു എന്നാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ ചിലപ്പോൾ പാസ്റ്റിലുള്ള എന്തെങ്കിലും നടന്നുപോയ അനുഭവങ്ങൾ ഓർത്തോർത്ത് നിങ്ങൾ കുറച്ച് പേര് വിഷമിക്കുന്നുണ്ടാവും. ഇപ്പോഴും കുറച്ച് പേർക്ക് ഇതൊരു റിലേഷൻഷിപ്പിലുള്ള ഒരു ബ്രേക്കപ്പോ ഒരു ബ്ലോക്ക് സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മുഖേന നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നതായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിലോ എന്തെങ്കിലുമുള്ള ഒരു അവിടെയുള്ള വ്യക്തികളുമായിട്ടോ അല്ലെങ്കിൽ ബോസുമായിട്ടോ എന്തെങ്കിലുമുള്ള ഒരു വഴക്കിൻ്റെയോ പ്രശ്നങ്ങളുടെയോ പേരിൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കുറേ നിങ്ങൾക്ക് ബാക്ക് സ്റ്റാബും കിട്ടിയിട്ടുണ്ട് കുറച്ച് പേർക്ക്. ബട്ട് ഇപ്പോൾ ഇവിടെ പ്രപഞ്ചം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു എൻഡിങ് വരുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ 10 ആണ്. 10 കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ന്യൂ ബിഗിനിങ്സ് വരും. ഈ സങ്കടങ്ങളെല്ലാം നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ഈ പ്രശ്നങ്ങൾ അത് നിങ്ങൾക്കൊരു ഭാരമാവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതൊന്ന് ഇറക്കി വെച്ചാൽ മതി. ഇറക്കിയിട്ട് എല്ലാറ്റിനും ഒരു ഫ്രഷ് സ്റ്റാർട്ട് വന്നെങ്കിൽ ഇതിനി എന്നാണ് എൻ്റെ ലൈഫിൽ നിന്ന് ഈ നെഗറ്റീവ്സ് എല്ലാം മാറി എൻ്റെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുമെന്ന് നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ഒരുപാട് വേദനിക്കുന്നുമുണ്ട്. ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലുമാണ് കുറേ പേര്. ബട്ട് പ്രപഞ്ചം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നത് നിങ്ങളോട് കേൾക്കാനാണ് പറയുന്നത്. നമ്മുടെ ഇൻഡ്യൂഷൻ തന്നെ നമുക്ക് എന്ത് വേണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇനി മുമ്പോട്ട് പോകണം എന്നൊക്കെ നമുക്ക് ഒരു ഉള്ളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ ദുഃഖത്തിലും സങ്കടത്തിലും ഇങ്ങനെ പെട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും മനസ്സിലാക്കാനും അതൊന്നും ശ്രവിക്കാനും കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. പക്ഷേ നമ്മൾ നമ്മുടെ ഇൻഡ്യൂഷൻ പറയുന്നത് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സങ്കടങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും. നിങ്ങൾക്ക് ആ ഒരു പഴയ ഒരു ഹാപ്പിനെസ് തിരിച്ച് കിട്ടും എന്ന് തന്നെയാണ് പ്രപഞ്ചം പറയുന്നത്. അതുമാത്രമല്ല, കുറച്ച് നിങ്ങൾ സ്പിരിച്വലി കുറച്ചൊരു മെഡിറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക, കുറച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സങ്കടത്തിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി പറയുന്നത്. അപ്പോൾ നിങ്ങൾ 999 എന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ട് ഈ ഒരു പോസിറ്റീവ് എനർജിയെ ക്ലെയിം ചെയ്യൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.